ഹായ് ഫ്രണ്ട്സ്, ശബരിമലയുടെ കാര്യത്തിൽ ബി.ജെ.പിയും കോൺഗ്രസും ഒന്നും ചെയ്തില്ല. ഇക്കാര്യത്തിൽ NSS LDFിനൊപ്പമാണ് എന്ന NSS സെക്രട്ടറിയുടെ പ്രസ്താവന വലിയ രാഷ്ട്രീയ കോലാഹലമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ UDFിനെ ഇത് ഷോക്ക് ട്രീറ്റ്മെന്റ് ആയി. അവരൊരിക്കലും ഇങ്ങനെയൊരു പ്രതികരണം പ്രതീക്ഷിച്ചതേയില്ല. അയ്യപ്പ സംഗമത്തിൽ വിട്ടുനിന്നപ്പോൾ NSS SNDPയും ആ സംഗമത്തിൽ പങ്കെടുത്തപ്പോൾ ഇങ്ങനെ ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് ഒരിക്കലും UDF കരുതിയില്ല. ഒരു വിധത്തിൽ പറഞ്ഞാൽ UDF പയറ്റി വിജയിച്ച ആ തന്ത്രം ഇപ്പോൾ LDF പയറ്റുകയാണ്. എന്താണെന്നല്ലേ? സാമുദായിക സന്തുലനം. ഇപ്പോഴത്തെ LDF സെറ്റപ്പ് നോക്ക്. ഇടതുവശത്ത് കേരള കോൺഗ്രസ്, വലതുവശത്ത് NSS, SNDP തോളത്ത്. പോരേ പൂരം. ഇൻ എ വേ UDF ഈസ് ഗെറ്റിംഗ് എ ടേസ്റ്റ് ഓഫ് ദെയർ ഓൺ മെഡിസിൻ. ശരിക്കും NSന്റെ പ്രശ്നം എന്താണ്? കാര്യം സിമ്പിൾ. NSS പ്രതീക്ഷിക്കുന്ന താക്കോൽ സ്ഥാനങ്ങളിൽ ഇപ്പോ NSS പ്രതിനിധികളില്ല, അല്ലെങ്കിൽ നായന്മാരില്ല. അതിനെ പ്രധാന കാരണം അടുത്ത മുഖ്യമന്ത്രി ആയേക്കാവുന്ന സ്ഥാനങ്ങളിലൊന്നും NSS ഇല്ല എന്നുള്ളതാണ് സത്യം. പ്രതിപക്ഷ നേതാവ് NSSുമായി ബന്ധമുള്ള ആളല്ല. KPCC പ്രസിഡന്റ് നമുക്കറിയാം ആരാണ് എന്ന്. അതെല്ലാം കൂടി നോക്കുമ്പോൾ NSSന് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാര്യമായ പ്രാതിനിധ്യമില്ല. അതുകൊണ്ട് അവരെ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്ന LDFിനോടൊപ്പം സമൂഹമൊക്കെ വിട്ട് അവരോട് കൂടി ചേർന്ന് നിന്നാൽ എന്താ കുഴപ്പം? അതെ, അങ്ങനെയാണ് ആ NSS ഇപ്പോൾ ചിന്തിക്കുന്നത്. അത് തന്നെയാണ് എല്ലാവരേക്കാളും ഉപരി UDFിനെ വട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. കാരണം NSS കൂടി പോയാൽ UDFിന്റെ കഥ തഥൈവ. നമുക്കറിയാം, ജനകീയ പോപ്പുലാരിറ്റി ഉണ്ടൊന്നുമല്ല ഗവൺമെന്റുകളോ മുഖ്യമന്ത്രിക്കോ അധികാരത്തിൽ ഇരിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രി അല്ല ശ്രീമാൻ പിണറായി വിജയൻ, അല്ലെങ്കിൽ കേന്ദ്രത്തിലെ ഏറ്റവും ജനകീയനായ പ്രധാനമന്ത്രി അല്ല ശ്രീമാൻ നരേന്ദ്ര ദാമോദർ. പിന്നെ എന്താണ്? രാഷ്ട്രീയ തന്ത്രങ്ങള്, കുതന്ത്രങ്ങള്, അതൊക്കെ എങ്ങനെ മെനയണമെന്ന് രണ്ടുപേർക്കും നന്നായിട്ട് അറിയാം. അത് തന്നെയാണ് അവരുടെ വിജയരഹസ്യം. നമ്മുടെ പ്രധാനമന്ത്രി എന്ന നിലയിലും RSS നേതാവ് എന്ന നിലയിലും വിജയമായിരിക്കാം. പക്ഷെ ഒരു ജനകീയ നേതാവാണോ? ഒരിക്കലുമല്ല. അദ്ദേഹം ചെല്ലുന്നിടത്തേക്ക് RSS സിന്ദാബാദ് വിളിക്കുന്നു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തെ ഒന്ന് കണ്ടുകളയാമെന്ന് കരുതി ആരും പോവാറില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രിയും. പിന്നെ അവരുടെ സ്ഥാനങ്ങളിൽ തുടരുന്നത് രാഷ്ട്രീയ തന്ത്രജ്ഞത അല്ലെങ്കിൽ കുതന്ത്രജ്ഞതയാണ്. സർവേയിൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് സർവേയിൽ ഓഫ് ദി ക്രൂക്കഡുമായിരിക്കാം. അതെ, അങ്ങനെ രാഷ്ട്രീയ തന്ത്രം മെനയുന്നതിലെ ആ മിടുക്കന്മാരാണ് ഇവരൊക്കെ. അങ്ങനെ നോക്കുമ്പോ NSS കൂടി LDFിലേക്ക് വന്നാൽ മൂന്നാമതും പിണറായി എന്ന് പറയുന്ന LDF സ്വപ്നം ഒരുപക്ഷെ യാഥാർത്ഥ്യമായേക്കാം. അത് തന്നെയാണ് UDFിനെ വിരളി പിടിപ്പിച്ചിരിക്കുന്നതും. ഇതൊക്കെ എവിടെ ചെന്നെത്തുമെന്ന് കത്തിരുന്ന് കാണാം. താങ്ക് യു.